ബെനഡിക്റ്റൻ സന്യാസിയും വിശ്വാസത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ ഡൊമിനിക് സ്പെയിനിലെ കാനസ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. 1000-ൽ അദ്ദേഹം സാൻ മില്ലാൻ ഡി ലാ കൊഗോള എന്ന ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്നു. കാലക്രമേണ അദ്ദേഹം ആശ്രമാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കാലത്ത് നവോരയിലെ രാജാവായ ഗാർഷ്യ മൂന്നാമൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. എന്നാൽ വിശുദ്ധൻ ആശ്രമത്തിന്റെ ഭൂപ്രദേശങ്ങളിൽ രാജാവിനെ അടിയറവ് വഹിക്കുവാൻ വിസമ്മതിക്കുകയും തൽഫലമായി വിശുദ്ധന് നാടുവിട്ടു പോകേണ്ട അവസ്ഥ വന്നു. ഫെർഡിനാൻഡ് ഒന്നാമന്റെ അടുക്കലെത്തിയ വിശുദ്ധനെ അദ്ദേഹം സിലോസിയയിലെ വിശുദ്ധ സെബാസ്റ്റ്യൻ ആശ്രമത്തിലേക്ക് ആശ്രമാധിപതിയായി നിയമിച്ചു. ഇവിടത്തെ ആശ്രമാധിപതിയായ ശേഷം അദ്ദേഹം ഈ ആശ്രമത്തെ അടിമുടി നവീകരിച്ചു. അദ്ദേഹം ആശ്രമത്തിൽ ഏകാധ്യാനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഭാഗം നിർമ്മിച്ചു. കൂടാതെ ആ പ്രദേശത്ത് പരിസര പ്രദേശങ്ങളിലും വളരെയേറെ പ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാരായ പകർത്തിയെഴുത്തുകാർക്കുള്ള എഴുത്ത് കാര്യാലയവും സ്ഥാപിച്ചു. സ്പെയിനിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായ വിശുദ്ധ ഡൊമിനിക് മൂറുകളുടെ അടിമത്തത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു. ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ ഡൊമിനിക് ഡി ഗുസ്മാന്റെ ജന്മസ്ഥലം എന്നതിനാൽ ഇദ്ദേഹത്തിന്റെ ദേവാലയം വളരെയേറെ പ്രസിദ്ധമായി തീർന്നു. വിശുദ്ധന്റെ മാതാവ് ഇവിടെ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ ഫലമായി ഡൊമിനിക് ഡി ഗുസ്മാൻ ജനിക്കുകയും ചെയ്തു. സിലോസിയയിലെ വിശുദ്ധ ഡൊമിനിക് നിരവധി അത്ഭുതകരമായ രോഗശാന്തിയുടെ പേരിലും പ്രസിദ്ധനാണ്.